ബീഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ നിബന്ധന വച്ചിരിക്കുകയാണ് കോൺഗ്രസ്. കർണാടകത്തിൽ ജെഡിഎസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നിലപാട് കർക്കശമാക്കിയത്. എല്ലാ സഖ്യകക്ഷികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന നിബന്ധനയാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. സീറ്റ് വിഭജന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ബിജെപിയെ പരാജയപ്പെടുത്താൻ സാധിക്കൂവെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മദൻ മോഹൻ ഝാ പറഞ്ഞു. ഉത്തർപ്രദേശിൽ എസ്പിയും ബിഎസ്പിയും സ്വീകരിച്ച നിലപാട് വിഡ്ഢിത്തമാണെന്നും മദൻ മോഹൻ കൂട്ടിച്ചേർത്തു. ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ആർജെഡി കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ടു പോകൂ എന്നാണ് ആർജെഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത്. സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ആർജെഡി 18 മുതൽ 20 സീറ്റിൽ മത്സരിക്കും. കോൺഗ്രസ് 8 മുതൽ 12 സീറ്റിലും ആർഎൽഎസ്പി 4 മുതൽ 5 വരെ സീറ്റിലും മത്സരിക്കും. ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയും എൽജെപിയും 1 മുതൽ 3 സീറ്റിൽ വരെ മത്സരിക്കും. അതേസമയം കോൺഗ്രസ് ബുധനാഴ്ച സംഘടിപ്പിച്ച പ്രത്യേക ചർച്ചാ പരിപാടിയിൽ എല്ലാ പാർട്ടികൾക്കും ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും അതിൽ നിന്നും സീറ്റ് വിഭജനത്തിന്റെ അതൃപ്തിയുള്ള ഹിന്ദുസ്ഥാനി ആവാം മോർച്ച അധ്യക്ഷൻ ജിതിൻ റാം മാഞ്ചിയും എൽജെപി അധ്യക്ഷൻ ശരത് യാദവും വിട്ടുനിന്നിരുന്നു. എൻഡിഎ സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രധാന കക്ഷികളായ ബിജെപിയും ജെഡിയുവും തുല്യവീതം സീറ്റുകളിലാണ് മത്സരിക്കുക. 17 സീറ്റുകളിൽ ഇരു പാർട്ടികളും മത്സരിക്കും. ബാക്കി 6 സീറ്റുകൾ രാംവിലാസ് പസ്വാന്റെ എൽജെപിക്ക് വിട്ടുകൊടുത്തു.